ചില യാത്രകൾക്ക്, ചില മനുഷ്യർക്ക്, ചില സ്ഥലങ്ങൾക്കൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായ ചില മുറിവുകളെയൊക്കെ ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക പവറുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് മനുഷ്യരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള എൻ്റെ ഹീലിംഗ് ജേർണിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു പ്ലേസ് എടുത്തിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ദിവ്യസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് മറ്റെവിടെയല്ല, കോയമ്പത്തൂരേക്കാണ് പോണത് കേട്ടോ. ഞാൻ മുമ്പും പല വീഡിയോസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലമാണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സ്ഥലം ഇത്രയും സ്പെഷ്യൽ ആവുന്നത്, അല്ലെങ്കിൽ ഇപ്രാവശ്യം ഞാൻ എന്തിനാണ് പോയത്, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. പോയത് നമ്മളൊരു 3-4 ദിവസം മുമ്പാണ്. ഞാൻ എപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, ടൈം ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ. നമ്മൾ പോയി ഒരു 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി, വൈകിട്ടാണ് അവിടെ എത്തിയത്. രാവിലെ നമ്മളൊരു 8 മണിയൊക്കെ ഉള്ള ട്രെയിനിൽ കയറി ഒരു ഈവനിങ് ഒരു 3:30 ആയപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്തി. പിന്നെ കോയമ്പത്തൂർ എന്ന് പറയുമ്പം ഞാനിവിടെ ഒരു 3-4 വർഷത്തോളം സ്റ്റേ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് പക്ഷേ ഒരു 10-30 വർഷത്തോളം നിന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ ആ നാടുമായിട്ട് അറ്റാച്ച്ഡ് ആവുമോ അത്രത്തോളം അടുപ്പം എനിക്ക് നാടിനോടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എത്തിയിട്ടുള്ളത് എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു എന്താ പറയുക, വളരെ ഒരു മോശം സമയം, അല്ലെങ്കിൽ വളരെയധികം ഞാൻ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ള സമയങ്ങളിലെല്ലാം ഞാനിവിടെ എത്താറുണ്ട്. കാരണം എനിക്കൊരു അവിടെ നിന്നുള്ളൊരു എൻ്റെ ഒരു ലൈഫ്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് പോലെ എനിക്ക് ഒരു തുണയായിട്ടുള്ള നാടാണ് കോയമ്പത്തൂർ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണോ എന്നറിയില്ല, എപ്പോഴും എനിക്കിവിടെ എത്തുന്ന സമയത്ത് അതെനിക്ക് എത്ര വലിയ വാക്കിൽ പറയണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, അത്രയും എന്നെ എൻ്റെ വിഷമങ്ങളിൽ നിന്ന് തന്നെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള നാടാണിത്. അപ്പം നമ്മളിവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ചില സ്ഥലത്ത് കാറ്റടിച്ചാൽ തന്നെ നമുക്കൊരു പ്രത്യേക ഉണർവ് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടും എന്ന് പറയില്ലേ, ഒരു ആത്മനിർവൃതി എന്ന് വേണേൽ പറയാം. എനിക്കിവിടെ എത്തുമ്പോഴേ അതാണ് ഫീൽ ചെയ്യാറുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. കാരണം കോയമ്പത്തൂർ എന്ന് പറയുമ്പം എൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത് മുമ്പൊക്കെ, അവിടെ മൊത്തം പാണ്ടികളാണ്, പാണ്ടികളുടെ നാടാണ്, തമിഴന്മാർ അങ്ങനെയാണ്, അവർക്ക് വൃത്തിയില്ല, അതാണ് ഇതാണെന്നൊക്കെയാണ് ഞാൻ കുഞ്ഞിലേക്ക് കേട്ടിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ മലയാളികളുടെ അവരെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം. അങ്ങനെ കേട്ടിട്ട് ഇവിടെ വന്നപ്പം ആ ഒരു ധാരണയെ മൊത്തം കുറിച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിവിടെ വന്നപ്പം ഇവിടുത്തെ നാടും ഇവിടുത്തെ ആൾക്കാരും എനിക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തി. ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്തത് ഇവിടെ അടുത്ത് തന്നെ ഒരു റൂമിലാണ്, റെയിൽവേ സ്റ്റേഷനടുത്ത് എത്തി. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ പോയത് നമ്മുടെ കോനിയമ്മൻ കോയിലിലേക്കാണ് കേട്ടോ. ഒരു അമ്പലത്തിൽ പോയിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അതൊന്നും ഉദ്ദേശിച്ചല്ലായിരുന്നു. നമുക്ക് അടുത്തുള്ളൊരു അമ്പലം, റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളൊരു അമ്പലം ആയതുകൊണ്ട് അവിടെ പോകണമെന്ന് എന്തോ തോന്നി. ഞാൻ മുമ്പും പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ടൈമിലാണ് ഞാൻ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഓരോ മുക്കും മൂലയും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മെൻ്റലി ഓർ സ്പിരിച്വലി. സോ എനിക്ക് പോകണം തോന്നി. അങ്ങനെ അവിടെ എത്തിയപ്പം എന്തോ അവിടെ ഈ പൂജയുടെ 30 വെള്ളി, അതായത് അവർ ആടി മാസം, അതായത് കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയായിരുന്നു. അതറിയില്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് പോകാൻ തോന്നി. അവിടെ എത്തിയപ്പം ഒരു വിശേഷ ദിവസമാണെന്ന് അറിഞ്ഞു. അങ്ങനെ എന്താ പറയുക, ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം അവിടെ പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കച്ചേരികൾ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ പ്രധാനപ്പെട്ട പ്രസാദം ഉണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ പ്രസാദം, പുളിയോദര എന്ന് പറയും. ഒരു വെറൈറ്റി റൈസാണത്. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചു, അവിടുത്തെ പൂജകളിലൊക്കെ പങ്കെടുത്തു. പിന്നെ എന്താ പറയുക, അവിടുത്തെ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല ക്ലൈമറ്റും ആയിരുന്നു ഇപ്രാവശ്യം പോയപ്പം, ചൂടില്ല. പിന്നെ കോയമ്പത്തൂരിലെ ക്ലൈമറ്റ് കമ്പാരിറ്റീവ്ലി മറ്റുള്ള തമിഴ്നാട് ഡിസ്ട്രിക്ട്സിനെ വെച്ച് നോക്കുമ്പം നല്ല ക്ലൈമറ്റാണ് എപ്പോഴും. അപ്പോൾ ഇവിടുത്തെ കൊടും മഴയത്തല്ലേ നമ്മൾ പോയത്, അപ്പോൾ അതുകൊണ്ട് നല്ലതായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഇവിടെ കല്ലുപ്പ് കൊണ്ടിങ്ങനെ കൂട്ടി ഇടുന്നതാണ് കേട്ടോ. അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് കല്ലുപ്പാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കാനായിട്ട് കല്ലുപ്പ് വാങ്ങി അവിടെ ഇട്ടാൽ നടക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഈ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ മാറണമെങ്കിൽ ഇതുപോലെ കല്ലുപ്പ് ഇങ്ങനെ
ഇട്ട് കഴിഞ്ഞാൽ മാറുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടത്രേ. അങ്ങനെ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ പോയി പോത്തീസിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ആടി സെയിൽസിൻ്റെ ഭാഗമായിട്ട് എടുത്തു തന്നിട്ടുള്ള സാരിയാണിത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു വളകാപ്പിന് വേണ്ടിയിട്ടാണ്. ഞാൻ മെയിനായിട്ട് കോയമ്പത്തൂർ ഇപ്രാവശ്യം വരാനുള്ള റീസൺ എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതായത് ഒരു 9 വർഷത്തോളമായിട്ട് എൻ്റെ ലൈഫിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റോൾ എടുക്കുന്ന ആളാണ് മേഴ്സി മാം. നിങ്ങൾ മറ്റു പല ഡാൻസ് വീഡിയോസിലും അല്ലാത്ത വീഡിയോസിലൊക്കെ ആളെ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ കളീഗായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തായിരുന്നു 2017 ഖദർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അന്ന് തുടങ്ങിയ ആ ഒരു ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്ന് 2025 വരെ എത്തി നിൽക്കുകയാണ്. ദൈവം സഹായിച്ച്. അപ്പം എനിക്ക് തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടമുള്ള ഒരു ആളാണ് മേഴ്സി മാം. അപ്പം ആളുടെ സിസ്റ്റർ ഇൻ ലോയുടെ വളകാപ്പിന് വേണ്ടി പോകുമായിരുന്നു. ഞാൻ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ഈവൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഈവൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. ചുമ്മാ പോകുമ്പോൾ നമ്മളത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കും. അപ്പം ഇങ്ങനെ ഒരു ഈവൻ്റ് ഉള്ളതുകൊണ്ട് അത് പോകാൻ പറ്റി. അപ്പോൾ ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ ഇത് ആടി സെയിൽസിൻ്റെ സാരിയാണ്. ഞാൻ ഇതല്ലായിരുന്നു ആക്ച്വലി പ്ലാൻ ചെയ്തത്. പക്ഷേ എനിക്ക് എൻ്റെ ഉണ്ടായിരുന്ന ബ്ലൗസിന് മാച്ച് ആയിട്ടുള്ളൊരു സാരി ചൂസ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ചെക്ക് പാറ്റേൺ ഉള്ള സാരി ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ വളകാപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ എന്താ പറയുക, അമ്മയും കുഞ്ഞിനെയും, അതായത് നമ്മുടെ വൂമ്പിനകത്തിരിക്കുന്ന കുഞ്ഞിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ചടങ്ങാണ്. വളയെന്ന് പറഞ്ഞാൽ ബാംഗിൾസാണ്, കാപ്പെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ മുതിർന്ന ആൾക്കാരൊക്കെ ഓഡ് നമ്പറിലാണ് വളകളിടുക കേട്ടോ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇടുന്നതോട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞിനെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. 7th or 9th മന്തിലാണ്, പ്രഗ്നൻസിയിലാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് നടത്താറുള്ളത്. എനിക്കും ഇത് നടത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു വളകാപ്പ് പോലെ തന്നെ കുപ്പിവളയൊക്കെ ഇട്ട് നടത്തണം എന്നുള്ളത്. സോ ഞാൻ അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഭംഗിയായിട്ട് നടത്തി. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ ഈ ബാംഗിൾ സൗണ്ട് കേൾക്കുന്നത്, അതുപോലെ ഈ പ്രഗ്നൻസി ടൈമിൽ ഇതുപോലെ ബാംഗിൾസിൻ്റെ സൈഡ് കേൾക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്, അതായത് വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ഒരു കുറച്ചുകൂടി അവരുടെ എനർജൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രം പറയുന്നത്. പിന്നെ ഈ സമയത്ത് നമ്മൾ മുഖത്ത് ഈ മുതിർന്ന ആൾക്കാരൊക്കെ എല്ലാവരും വരുന്ന ആൾക്കാരൊക്കെ മഞ്ഞൾ, കുങ്കുമം ഇതൊക്കെ ചാർത്തിയിട്ട് അവരെ അനുഗ്രഹിക്കും എന്നൊക്കെയാണ്. അത് എന്തിനാണ്, പിന്നെ അതുപോലെ ആരതി ഒഴിയും. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുകളിലുള്ള ഈവിൾ ഐസിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ അറിയാമല്ലോ, തമിഴ്നാടെന്ന് പറയുമ്പം അവരവരുടെ ലാംഗ്വേജ്, അവരുടെ കൾച്ചർ, ട്രഡീഷൻ, റിച്വൽസ് ഇതിനെല്ലാം അങ്ങേയറ്റം റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങേയറ്റം റെസ്പെക്റ്റ് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ഭാഷയാണേലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവരിതെല്ലാം വളരെ നന്നായിട്ട് ഫോളോ ചെയ്ത് ഇതിങ്ങനെ തലമുറകളായിട്ട് അതേ രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, മാക്സിമം അത് പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഈ തമിഴിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് അവരുടെ ഇങ്ങനത്തെ ഇപ്പോൾ കല്യാണമാണെങ്കിലും വളകാപ്പാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കാണാനായിട്ട്. പിന്നെ ഇതൊരു ക്രിസ്ത്യൻ ബേബി ഷവറായിരുന്നു. സോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിഫറൻസസ് ഉണ്ടായിരുന്നു. ഇപ്പം ഏത് റിലീജിയൻ ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയായിരിക്കും. പിന്നെ പ്രയറിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. എന്തായാലും നമുക്കും അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളകാപ്പിനൊക്കെ നമ്മുടെ ഒരു ക്ലോസ് റിലേറ്റീവ്സ്, ഫാമിലീസിനൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കും അതിനൊരു ഭാഗമായിട്ട് അവരുടെ കൂടെ തന്നെ നിൽക്കാനും അവരെ ബ്ലെസ് ചെയ്യാനും ഒക്കെ സാധിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾക്ക് ഇങ്ങനെ വളകാപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നും എനിക്കറിയില്ല ഇത് എന്താണെന്നുള്ളത്. അങ്ങനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഇവിടെ മുമ്പ് വർക്ക് ചെയ്ത കോളേജുകളിലൊക്കെ ഇവിടെ സ്റ്റാഫ് പ്രഗ്നൻസി ടൈമിൽ റിലീവ് ആകുന്നതിന് മുമ്പായിട്ട് അവർക്ക് വളകാപ്പ് നടത്തി വിടാറുണ്ട്. സോ എനിക്ക് അങ്ങനെ വളരെ ഒരു അത്ര വലിയൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെങ്ങനെ ചെയ്യുക, എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ. അങ്ങനെ അവർക്ക് പറഞ്ഞു തന്നു, ഇന്ന പോലെയാണ് നമ്മൾ വളയെടുത്തിടണം. അതുപോലെ അത് കഴിഞ്ഞിട്ട് മഞ്ഞളെടുത്തിട്ട്, മഞ്ഞൾ കളഭം ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മുഖത്തും കയ്യിലും ഒക്കെ പുരട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോകുന്ന ആൾക്കാരൊക്കെ അത് ചെയ്യുന്നത് കണ്ടു. അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ ഇതിന് പോകുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് ആരെങ്കിലും തമിഴിയൻസിൻ്റെ വളകാപ്പിനൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് എന്താ ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു മുമ്പ് കൂടെ വർക്ക് ചെയ്ത ഒരു മാമിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ സ്വീറ്റ്സ്, കാരം എന്ന് വെച്ചാൽ സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്നാക്സ്, സ്വീറ്റ്സ്, കുറച്ച് ഫ്രൂട്ട്സ്, അതുപോലെ ഫ്ലവർ, ഇപ്പം ജാസ്മിൻ ഫ്ലവർ അങ്ങനെ എന്തെങ്കിലും, റോസ് ഫ്ലവർ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇത് കൊടുത്തതിന് ശേഷം
നമുക്ക് കയ്യിൽ എന്തെങ്കിലും പൈസ, അത് 10 രൂപയോ 20 രൂപയോ 100 രൂപയോ എന്തെങ്കിലും ഒരു പൈസ അമ്മയുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ആചാരം കേട്ടോ. അപ്പോൾ അതെന്തായാലും മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് നമുക്ക് അത് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റി. അല്ലാതെ നമുക്കറിയില്ലല്ലോ ഇതെങ്ങനെയാണ്, നമ്മുടെ നാട്ടിലില്ല. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിലും ഇത് ചെയ്തു വരുന്നുണ്ട്. ഈ പല പല ആചാരങ്ങൾ, ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചറൊക്കെ നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റ് പല കൾച്ചേഴ്സും അവരുടെ പോലെ ചെയ്യുന്നുണ്ട്. നമ്മളതൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇവരുടെ അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനൊക്കെ ഒരു കണക്കും പാകമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അതെല്ലാം ഭംഗിയായിട്ട് നടത്തി അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി റൈസസ് ആയിരുന്നു. അതായത് ഈ അമ്മയ്ക്ക്, അതായത് ഈ പ്രഗ്നൻറ്റ് ലേഡിക്ക് കൊടുക്കുന്ന അതേ ഫുഡ് നമുക്ക് എല്ലാം കൂടെ തരും. നമുക്ക് അത് കഴിഞ്ഞിട്ട് സാധാ വൈറ്റ് റൈസും ഒക്കെ തരും. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് എൻ്റെ പാട്ടിയുടെ അടുത്തേക്കാണ് കേട്ടോ. പാട്ടി എന്ന് പറയുമ്പം എൻ്റെ പാട്ടി എന്ന് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം പാട്ടി എന്ന് വെച്ചാൽ മുത്തശ്ശിയാണ്. ഞാൻ ഇവിടെ കോയമ്പത്തൂർ പെരിയ നായ്ക്കൻ പാളയത്തിൽ യുണൈറ്റഡ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു 2023-24 ആ കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പം ഞാൻ അവിടെ സ്റ്റേ ചെയ്തൊരു വീടാണ് ഇപ്പം നമ്മൾ കാണാൻ പോണത്. ഞാൻ മുമ്പും നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. ബട്ട് ഇപ്പം ഞാൻ കുറേ കാലം കൂടി പോകുന്നതാണ്. കാരണം എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെൻറ്റ്സിൽ ഒരു ടൈം അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ കോയമ്പത്തൂരുള്ള ഈ ഒരൊറ്റ വീട്ടിലാണ് കേട്ടോ. ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വൈബ് ഇങ്ങനെയാണ്. അതായത് ഞാൻ താമസിക്കുന്ന വീട്, അതിന് ചുറ്റും കുറേ അമ്പലങ്ങൾ, ഈ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ ഈ എന്താ പറയുക, അവരുടെ ജീവിത രീതി, ലൈഫ് സ്റ്റൈല്, അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എനിക്കിഷ്ടമാണ്. അതെന്തോ എനിക്കറിയില്ല, അതെന്താ അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് അങ്ങനെയുള്ള ആൾക്കാരോടും അങ്ങനെയുള്ള നാടിനോടും ഒക്കെ. അപ്പം ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ചുറ്റും ഈ വിനായകർ ക്ഷേത്രം, അതുപോലെ വീരമത്തിയമ്മൻ കോവിൽ, അങ്ങനെ ചുറ്റും അമ്പലങ്ങളാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴാണ് ഞാൻ താമസിച്ച വീട്. ഇപ്പോൾ വീട് വലിയ ബംഗ്ലാവോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഒരു ചെറിയ വീടാണ്. മുകളിൽ ഒരു അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, താഴെ ഒരു 2-3 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിലൊരു വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഞാനും എൻ്റെ റൂംമേറ്റും ഉണ്ടായിരുന്നു, പിന്നെ ആൾ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്തിട്ടില്ല. ഹോസ്റ്റലിലൊക്കെ റൂമിലൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാനല്ലാതെ ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്ത്, ഇതാണ് കേട്ടോ ആ വീട്. ഇതിനകത്തുള്ള ആ സ്കൂട്ടർ നിൽക്കുന്നതായിരുന്നു ഞങ്ങളുടെ വീട്, എൻ്റെ വീട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ആദ്യമായിട്ട് സ്റ്റേ ചെയ്ത ഒരു സ്ഥലമാണ്. എന്നെ എല്ലാം കൊണ്ടും ഇൻഡിപെൻഡൻ്റ് ആക്കിയ ഒരു സ്ഥലം എന്ന് പറയാം. അങ്ങനെ കൂടെ പറയാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇതാണ് പാട്ടിയുടെ വീട് കേട്ടോ. പാട്ടിയുടെ വീടാണ്. ഇതാണ് എൻ്റെ പാട്ടി, താത്ത, അണ്ണൻ, അണ്ണി, പിന്നെ അവരുടെ മക്കൾ എല്ലാം ആണ്. എന്തുകൊണ്ടാണ് അവരോട് ഇത്ര അടുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഫാമിലി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഒരു പാത്രം പോലും എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ടതായിട്ടോ എനിക്ക് എടുക്കേണ്ടതായിട്ടോ വന്നിട്ടില്ല. എല്ലാം അവർ തരുമായിരുന്നു. എൻ്റെ സാധനങ്ങൾ, എൻ്റെ ബേസിക് നീഡ്സിനുള്ള എൻ്റെ ഡ്രസ്സ്, ബെഡ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് എനിക്ക് വാങ്ങേണ്ടി വന്നത്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടും ഞാൻ ദൂരെ ആയതുകൊണ്ടും അവരുടെ പാത്രങ്ങളാണ് എല്ലാം എനിക്ക് തന്നത്. തിരിച്ചു പോരുമ്പോൾ ഞാനതെല്ലാം അവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പം എനിക്ക് അതുപോലെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് എൻ്റെ ഫാമിലി ആയിട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ് അവർ. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് എൻ്റെ ലൈഫിലെ ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരോടും, പ്രത്യേകിച്ച് ഇവരോട്. ആൻഡ് ദെൻ നമ്മൾ പോയത് അവിടെ അടുത്ത് തന്നെയുള്ള പെരുമാൾ കോവിൽ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ അവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്ത് വന്നത് കേട്ടോ. അപ്പം അവസാനമായിട്ട് ഞങ്ങളിവിടെ ഈ പെരുമാൾ കോവിലിൽ പോയിട്ടാണ് തിരിച്ചു വന്നത്, പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു കുഞ്ഞുമായിട്ട് ഒരിക്കൽ ഇവിടെ വരണം എന്നുള്ളത്. എന്തായാലും ഭഗവാൻ സാധിച്ചു. ഞങ്ങൾ അവിടെ പോയി തൊഴുതിട്ട് ജസ്റ്റ് അവിടെയൊക്കെ കറങ്ങി വന്നു. ബസ് വെയിറ്റ് ചെയ്യാണ് തിരിച്ചു പോകാൻ. അപ്പോഴാണ് എൻ്റെ കോളേജിൻ്റെ ബോർഡ് അവിടെ കണ്ടത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങൾ സ്റ്റേ ചെയ്തത് മേഴ്സി മാമിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ, അതായത് സെക്കൻഡ് ഡേ നമ്മൾ വന്നിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഡേ ആക്ച്വലി നമ്മൾ പോകുന്നത്
പോകാൻ പ്ലാൻ ചെയ്തത് മരുതമല അമ്പലത്തിലേക്കോ ഈശയിലേക്കോ ആയിരുന്നു. അപ്പം ഈ ആടിമാസം ആയതുകൊണ്ടും എന്താ പറയുക, നല്ല തിരക്കായിരിക്കും ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും. അപ്പം നമ്മൾ ഈശ ക്യാൻസൽ ചെയ്തിട്ട് മരുതമലയിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി നമ്മൾ ഗാന്ധിപുരം റെയിൽവേ സ്റ്റേഷനിൽ പോയി. അതിന് മുമ്പ് ഗാന്ധിപുരം ഇറങ്ങിയിട്ട് നമ്മൾ ആനന്ദാസിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ആനന്ദാസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ നല്ല ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ആണ്. അവിടെ നിന്ന് കഴിച്ചു. നല്ല ടേസ്റ്റി മസാല ദോശയാണ് ഞാൻ കഴിച്ചത്. ചേട്ടൻ പൂരിയൊക്കെയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. കാരണം ദൂരമുണ്ട് മരുതമലയ്ക്ക്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കഴിക്കുകയെന്ന് വെച്ചാൽ നടക്കില്ല. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. ബസ് വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു കല്യാണത്തിനുള്ള ആൾ ഓൾറെഡി വെയിറ്റിംഗ് ആണ്. സോ ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്തു. മേ ബി നമുക്ക് അവിടെ പോകാൻ സമയമായിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയിട്ടുണ്ട് ഓൾറെഡി 2 പ്രാവശ്യം. അപ്പോൾ ഞങ്ങൾ പ്ലാൻ മാറ്റി നേരെ പേരൂർ ശിവൻ കോവിലിലേക്കാണ് പോയത് കേട്ടോ. പേരൂർ ശിവൻ കോവിലും എനിക്ക് വളരെ ഫേവററ്റ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. പേരൂർ പട്ടീശ്വരർ കോവിലാണ്. പട്ടീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവനാണ്, ശിവനാണ്. ഇത് വളരെ നമ്മുടെ തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു അമ്പലമാണ് ഈ ഒരു പട്ടീശ്വരർ കോവിൽ. ഇതൊരു സ്വയംഭൂ ആയിട്ടുള്ള അമ്പലമാണ്. അതായത് സ്വമേധയാ ഉണ്ടായി വന്നിട്ടുള്ള ഒരു വിഗ്രഹമാണ് ഇവിടുത്തെ ഭഗവാൻ, അതായത് മഹാദേവൻ. പിന്നെ പാർവതി ഇവിടെ പഞ്ചനായകി അമ്മൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ആരാധിച്ചു വരുന്നത്. ആടിമാസം ആയതുകൊണ്ട് അവിടെയും നല്ല തിരക്കും ഒരുപാട് വിശേഷങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നൊയ്യൽ റിവർ. നിങ്ങൾ ഈ പാട്ടുകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും മേ ബി ആറിനെ പറ്റിയിട്ടൊക്കെ. നൊയ്യൽ റിവറിൻ്റെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പിതൃകർമ്മങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ ഈ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞാൽ പിതൃദോഷങ്ങളുണ്ടെങ്കിൽ മാറുമെന്ന് പറയും. അതുപോലെ കല്യാണം, കുട്ടികൾ ഉണ്ടാവാത്തവർക്കും കല്യാണം നടക്കാത്തവർക്കൊക്കെ ഇവിടെ തൊഴുത് കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് കേൾക്കുന്നത്. പിന്നെ ഇത് ചോള രാജവംശ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള അമ്പലമാണ്. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ ആർക്കിടെക്ചർ. ഇവിടുത്തെ ഒരു ആൻഷ്യൻ്റ് അമ്പലമാണ്. ഈ ഓരോ മുക്കിലും മൂലയിലും നിങ്ങൾ കണ്ടാൽ മതി ശില്പങ്ങളും എല്ലാം കൊത്തി വെച്ചിരിക്കുന്നത്. അതും ചോള രാജവംശം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ടെക്നോളജീസൊക്കെ വരുന്നതിന് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡൈനാസ്റ്റിയാണ്. സോ ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഇത്രയും ഒരു ടെക്നോളജി ഇല്ലാത്ത സ്ഥലത്ത് ഇത്രയും ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെയുള്ള സ്കൾപ്ചേഴ്സ്, ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്, എനിക്കറിയില്ല അതിനെപ്പറ്റി എന്ത് പറയണം എന്നുള്ളതും അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതും സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കനകസഭ. അതുപോലെ ഇവിടെ ഈ കനകസഭ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗോൾഡൻ ഹാളാണ്. അവിടെ നടരാജൻ വിഗ്രഹമുണ്ട്. നടരാജൻ അവിടെ ആനന്ദ താണ്ഡവം ആടി എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിശ്വാസം കേട്ടോ, ഈ ഒരു ഗോൾഡൻ ഹാൾ അല്ലെങ്കിൽ ഈ കനകസഭയ്ക്കകത്ത്. പിന്നെ ചുമർ ചിത്രങ്ങൾ കൊണ്ടും ശില്പങ്ങൾ കൊണ്ടൊക്കെ വളരെ ഭംഗിയുള്ള ഒരു പ്രത്യേക വൈബുള്ള ഒരു അമ്പലമാണ് ഇവിടെ. കാരണം നിങ്ങൾ പറ്റുകയാണെങ്കിൽ കോയമ്പത്തൂർ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. പേരൂർ പട്ടീശ്വരൻ കോവിൽ, മരുതമലൈ, ഈശ, ആദിയോഗി, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതൊക്കെ മെയിൻ ഹൈലൈറ്റ്സ് ഓഫ് കോയമ്പത്തൂരാണ്. പിന്നെ കുട്രാളം വാട്ടർഫോൾസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇസ്കോൺ ടെമ്പിൾ വേണമെങ്കിൽ ഇസ്കോൺ ടെമ്പിളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യുക. എന്തായാലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമുക്കിവിടെയൊക്കെ പോകുമ്പോഴൊക്കെ മഴ പോലും, സത്യം പറഞ്ഞാൽ അവിടെ ലൈറ്റ് റെയിൻ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളെ അങ്ങനെ വലുതായിട്ട് ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. നന്നായിട്ട് നമുക്ക് തൊഴാൻ പറ്റി. അന്നത്തെ ദിവസം വൈകിട്ട് ഞങ്ങൾ പോകുന്നത് ഉക്കടം ലേക്കിലേക്കാണ് കേട്ടോ. ഇത് മേഴ്സി മാമിൻ്റെ അച്ഛൻ അമ്മ പ്ലാൻ ചെയ്താണ്. ഞങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങളെ കൂട്ടിയിട്ട് പോകണം എന്നുള്ളത് അവർ ഓൾറെഡി നമ്മൾ വന്ന ദിവസം തൊട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി വേറെ പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് നമ്മൾ ലാസ്റ്റ് ഡേയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചു. അപ്പോൾ നാളെ, അതായത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഇൻട്രസിറ്റിക്ക് പോകുമായതുകൊണ്ട് അന്ന് വൈകിട്ടാണ് നമ്മൾ പോയത്. ഒരു ഈവനിങ് ഒരു 5:30 ടൈമിലാണ് പോയത് കേട്ടോ. ഇതാണ് ഫാമിലി. പിന്നെ മേഴ്സി മാമിൻ്റെ അച്ഛനും അമ്മയെക്കുറിച്ച് പറയണമെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണോ അതുപോലത്തെ ഒരു അച്ഛനും അമ്മയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ ലവ്ലി ആയിട്ടുള്ളൊരു കപ്പിളാണ്. ഞാൻ അങ്ങനെ അധികം കാണാറില്ല എൻ്റെ അച്ഛനും അമ്മയൊക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ അതുപോലെ അത്രയും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കപ്പിളാണ്. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞതായിരുന്നു നമുക്ക് വേറെ സ്റ്റേ ചെയ്യാം, അവിടെ ഫംഗ്ഷനാണ്, നമ്മൾ പുറത്ത് സ്റ്റേ ചെയ്യാമെന്ന്. അവരൊരു കാരണവശാലും സമ്മതിച്ചില്ല. കൂടെ വരണം, അവിടെ വന്ന് സ്റ്റേ ചെയ്യണമെന്ന് നമ്മളെ നിർബന്ധിക്കുകയായിരുന്നു. അങ്ങനെ ഈ 3 ദിവസങ്ങളും നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്തത്. നമുക്ക് അത്രയും കംഫർട്ടബിളായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ വളരെ എന്താ പറയുക നന്ദിയുണ്ട്, അല്ലാതെ എന്ത് പറയാനാണ്.
കാരണം നമുക്ക് ഭാഷ അറിയില്ല. ഭാഷ ഇപ്പം അറിയാം, തമിഴ് സംസാരിക്കാം, പക്ഷെ നമ്മുടെ നാടല്ല. എന്നാലും അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് അത്രയും ഫ്രീഡത്തോടു കൂടി നിൽക്കാനൊരിടം ഉണ്ടാവുക എന്ന് പറയുന്നത് അത്രയും നമ്മളെ സ്നേഹിക്കുന്ന, വർഷങ്ങൾക്കിപ്പുറവും നമ്മളിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ശരിക്കും ഗ്രേറ്റ് തന്നെയാണല്ലേ. നമ്മുടെ ലൈഫിൽ അത്രയും അവർ വളരെ സ്ഥാനം അർഹിക്കുന്ന ആൾക്കാരാണ്. സോ താങ്ക് യു സോ മച്ച് അവർക്ക് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി ആ ലേക്കിലൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ പഴയ 2017 തൊട്ടിട്ട് 25 വരെയുള്ള ലൈഫിൽ കാര്യങ്ങൾ മൊത്തം ഞങ്ങൾ സംസാരിച്ചു. പിന്നെ അവർ ഡിന്നർ ഞങ്ങൾ കഴിക്കാൻ പോയത് ഇഡ്ലി വിരുന്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. എക്സാക്റ്റ് അത് ഗാന്ധിപുരം ആ ഒരു ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് അവിടെ പോകാമെന്നുള്ളത്. അവർക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്, അവർ ഇടയ്ക്ക് പോകാറുണ്ട്. ഞങ്ങൾ അവിടെ പോയി. ഇത് അച്ഛനാണേ, അച്ഛനും അമ്മ തമ്പി പിന്നെ ഞങ്ങൾ ഇത്രയും പേര് ഒന്നിച്ചാണ് പോയി ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത്. അവിടെ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡുണ്ട് കേട്ടോ. പേര് പോലും എനിക്കറിയില്ല. ഈ കാളാൻ, അതായത് മഷ്റൂം ഡിഷസ് ഉണ്ട്, പിന്നെ പല പല സാധനങ്ങൾ, ഇഡ്ഡലി തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, ദോശ പല വെറൈറ്റീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത് സേവയാണ്. സേവ കഴിച്ച് ഞങ്ങൾ അവിടെ നൈറ്റ് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇൻ്റർസിറ്റിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് കേട്ടോ. ഇത്രയാണ് എൻ്റെ ഒരു കോയമ്പത്തൂർ വ്ളോഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. എല്ലാവർക്കും എൻ്റെ ലൈഫ്, എനിക്ക് എന്തൊക്കെയോ ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ ഭാരങ്ങൾ ഇറക്കി വെച്ചൊരു ഫീലിംഗ് ആയിരുന്നു തിരിച്ചു വരുന്ന സമയത്ത്. പക്ഷേ അതേ സമയത്ത് അയ്യോ ഇവിടുന്ന് പോവുകയാണല്ലോ, ഇനി എപ്പോഴാണ് അങ്ങോട്ട് വരിക എന്നുള്ളൊരു വിഷമം മാത്രമേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. എന്തായാലും എനിക്ക് ഒത്തിരി റിഫ്രഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു ഇത്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. താങ്ക് യു സോ മച്ച്.